ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ ഇമാജിനറി ഹോംലാൻഡ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സൽമാൻ റുഷ്ദി എഴുതിയിട്ടുള്ള കുറച്ച് വലിയൊരു എസ്സേ ആണ്. നമ്മളിവിടെ ആ എസ്സേയുടെ ചെറിയൊരു സമ്മറിയും അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. Salman Rushdie's imaginary homelands starts by delving into a photograph in his workplace. അദ്ദേഹത്തിൻ്റെ വർക്ക് സ്പേസിന് അല്ലെങ്കിൽ അതിൻ്റെ എഴുത്തുമുറിയിൽ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, പഴയത്. അത് നോക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഈ എസ്സേ ആരംഭിക്കുന്നത്. എ വിഷ്വൽ ലിങ്ക് ടു എ പാസ്റ്റ് ഹോം സ്പാർക്കിംഗ് റിഫ്ലക്ഷൻസ് ഓൺ ഹിസ് ലോസ്റ്റ് സിറ്റി ബോംബെ ആൻഡ് റീകളക്ട്സ് ഹിസ് വിസിറ്റ് ടു ബോംബെ എ ഫ്യൂ ഇയേഴ്സ് എഗോ. ആ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ലോസ്റ്റ് ഹോമാണ് അല്ലെങ്കിൽ പാസ്റ്റ് ഹോമാണ്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ വീടിൻ്റെ ഒരു ഫോട്ടോയാണ്. ഇപ്പോൾ അദ്ദേഹം നാട് വിട്ട് ലണ്ടനിൽ, ഇംഗ്ലണ്ടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ബോംബെയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പഴയ വീടിൻ്റെ ഒരു ഫോട്ടോയാണുള്ളത്. ആ ഫോട്ടോ കാണുമ്പോൾ അദ്ദേഹം പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ പഴയ നഗരത്തെക്കുറിച്ച്, നാടിനെക്കുറിച്ചൊക്കെ ഓർക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക്, ബോംബെയിലേക്ക് തിരിച്ചു പോയിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഓർക്കുന്നു. The visit to the city and his old house made him feel like his life away from there was an illusion. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് ഹിസ് ലൈഫ് എവേ വാസ് എൻ ഇല്യൂഷൻ. ആ നാട്ടിൽ നിന്ന് പുറത്ത് അദ്ദേഹം ജീവിച്ചതെല്ലാം വെറും ഇല്യൂഷനായിരുന്നു, തോന്നലായിരുന്നു. യഥാർത്ഥ ജീവിതം ആ നാട്ടിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഫീലിംഗ്. There he developed a desire to reclaim his past. അവിടെ വെച്ച് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവുകയാണ്. നോട്ട് ലൈക്ക് ദ ഫോട്ടോസ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബട്ട് ലൈക്ക് എ കളർ സിനിമ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഓർമ്മകളായിട്ട് അവശേഷിക്കുന്ന പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് പോലെയല്ല, മറിച്ചൊരു കളർ സിനിമ പോലെ ജീവനുള്ള തരത്തിൽ അദ്ദേഹത്തിന് ആ പഴയ കാലം തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നുകയാണ്. ദി ഐഡിയ ഓഫ് റൈറ്റിംഗ് ദ നോവൽ മിഡ്നൈറ്റ് ചിൽഡ്രൻ എമേർജ്ഡ് ദെയർ. അങ്ങനെ അദ്ദേഹം കുറേ കാലത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കാലം തിരിച്ചു പിടിക്കണമെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നാണ് ദ മിഡ്നൈറ്റ് ചിൽഡ്രൻ എന്നുള്ള നോവൽ എഴുതാനുള്ള ഒരു പ്രേരണ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. റുഷ്ഡി ഷെയർസ് ഹിസ് ഇൻട്രോസ്പെക്റ്റീവ് ജേർണി റൈറ്റിംഗ് മിഡ്നൈറ്റ് ചിൽഡ്രൻ. എന്നിട്ട് അദ്ദേഹം ആ നോവൽ എഴുതുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. സ്ട്രഗ്ലിംഗ് വിത്ത് ദ ചലഞ്ച് ഓഫ് ഡിസ്ക്രൈബിംഗ് ഇന്ത്യ. പ്രധാനമായിട്ട് അദ്ദേഹത്തിനുണ്ടാകുന്ന ചലഞ്ച് ഇന്ത്യയിലെ പശ്ചാത്തലത്തിലാണ് നോവൽ എഴുതുന്നത്. അപ്പോൾ ലണ്ടനിൽ താമസിക്കുന്ന ആൾക്ക് ഇന്ത്യയെ വിവരിക്കുമ്പോഴുള്ള പ്രയാസങ്ങളാണ്. അദ്ദേഹം ആ നാട്ടിൽ നിന്ന് കുറേ ദൂരെയാണ്. എന്നിട്ട് ഈ ഒരു ഇന്ത്യയെ കുറിച്ചിട്ട് വിവരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് വേണം അദ്ദേഹത്തിൻ്റെ വിവരിച്ച് എഴുതാൻ. കാരണം അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകൾ വേറെയാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. He says that memories are like shattered pieces of a mirror. അദ്ദേഹം പറയുന്ന ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരു കണ്ണാടി പൊട്ടിച്ചിതറിയിട്ടുള്ളത് പോലെയാണ്. അതിലെ പീസുകൾ നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു രൂപം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ അതിൽ ചില പീസുകൾ ഉണ്ടാവില്ല എന്നെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. That's why he crafted Salim, the protagonist of the novel, as an unreliable narrator. അതുകൊണ്ടാണ് അദ്ദേഹം ഈ മിഡ്നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന നോവലിലെ പ്രൊട്ടഗോണിസ്റ്റിനെ ഒരു അൺറിലയബിൾ നരേറ്റർ, അതായത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, അതായത് മിസ്റ്റേക്കുകൾ വരുത്തുന്ന, പറയുന്ന കാര്യങ്ങളിൽ മിസ്റ്റേക്കുകൾ വരുത്തുന്ന ഒരു കഥാപാത്രമായിട്ട് ചിത്രീകരിക്കുന്നത്. വിത്ത് ഫ്രാഗ്മെൻറ്റഡ് മെമ്മറീസ്. കാരണം അയാളുടെ ഓർമ്മകൾ ഫ്രാഗ്മെൻറ്റഡ് ആണ്, അതായത് ചിതറിക്കിടക്കുന്ന ഓർമ്മകളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നരേറ്ററിനെ ആ നോവലിൽ സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. ഹി ദെൻ ടോക്സ് അബൌട്ട് participating in a conference with other novelists talking about such writing styles. പിന്നീട് അദ്ദേഹം ഇതുപോലുള്ള എഴുത്ത് രീതികളെ കുറിച്ചിട്ടൊക്കെ മറ്റുള്ള നോവലിസ്റ്റുകളോടുകൂടി സംവദിക്കുന്ന ഒരു കോൺഫറൻസിൽ പങ്കെടുത്തതിനെ കുറിച്ച് പറയുന്നു. He says that writing descriptions is political at a time where politicians are trying to change the narrative of history. അപ്പോൾ അവിടെ വെച്ച് ഈ എഴുത്തിൻ്റെ സ്റ്റൈലുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സമയത്ത് എഴുത്തും രാഷ്ട്രീയവും എന്നുള്ള കാര്യമൊക്കെ അവർ ചർച്ച ചെയ്യുന്നു. അപ്പോഴാണ് റുഷ്ഡി പറയുന്നത് റൈറ്റിംഗ് ഡിസ്ക്രിപ്ഷൻസ് ഈസ് പൊളിറ്റിക്കൽ. നമ്മളിങ്ങനെ ഒരു വിവരണ നോവൽ എഴുതുന്നത് പോലും ഒരു രാഷ്ട്രീയം നിറഞ്ഞ പ്രവൃത്തിയാണ്. കാരണം രാഷ്ട്രീയക്കാരെല്ലാം ഇപ്പോൾ ചരിത്രത്തെ വളച്ചൊടിക്കാനും ചരിത്രത്തെ അവർക്ക് അനുകൂലമായിട്ട് എഴുതാനൊക്കെ ശ്രമിക്കുന്ന കാലത്ത് ഒരു നോവലിസ്റ്റ്
ഒരു കാര്യം, ഒരു നാടിനെ, ഒരു സംഭവത്തിനെ വിവരിച്ചെഴുതുന്നത് പോലും ഒരു രാഷ്ട്രീയം നിറഞ്ഞിട്ടുള്ള പ്രവൃത്തിയാണെന്നാണ് റുഷ്ഡി പറയുന്നത്. ഹി കോട്ട്സ് മിലൻ കുന്ദേര ഇൻ സെയിങ് ഹ്യൂമൻ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് പവർ ഈസ് മെമ്മറി സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ഫോർഗെറ്റിംഗ്. മിലൻ കുന്ദേരയുടെ ഒരു കോട്ടാണ് അദ്ദേഹം അവിടെ ഉദ്ധരിക്കുന്നത്. മനുഷ്യർക്ക് അധികാരത്തിനെതിരെയുള്ള സമരമെന്ന് പറയുന്നത് ഓർമ്മകൾ മറവികൾക്കെതിരെ നടത്തുന്ന സമരമാണെന്നാണ് പറയുന്നത്. അതായത് സ്വന്തം നാടിൻ്റെയും സ്വന്തം സംസ്കാരത്തിൻ്റെ എല്ലാം ചരിത്രം മറക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവൃത്തിയാണെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. ഇൻ ദാറ്റ് വേ ദ നോവൽ ഈസ് എ റിബൽ എഗെയിൻസ്റ്റ് ഒഫീഷ്യൽ വേർഷൻസ് ഓഫ് ട്രൂത്ത്. ആ നിലയ്ക്ക് ഈ നോവല് ഈ ഒഫീഷ്യൽ വേർഷൻസ് ഓഫ് അധികാരികളുടെ സത്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അവരുടെ ഒരു വിശദീകരണമുണ്ട്. അതിന് എതിരെയുള്ള ഒരു റിബലാണ്, ഒരു വിപ്ലവമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്നത് വിവരണം എന്ന് പറയുന്നത് എല്ലാവരുടെ വിവരണം ഒരുപോലെ ആയിരിക്കില്ല. അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ആൾ അമേരിക്കയുടെ ചരിത്രത്തെ വിവരിക്കുന്ന പോലെ ആയിരിക്കില്ല വെളുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരാൾ അമേരിക്കയുടെ ചരിത്രത്തെ വിവരിക്കുന്നത്. ആ രീതിയിൽ ഈ വിവരണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവൃത്തിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. He also talks about the criticism the book received for being despairing. ഇനി അദ്ദേഹത്തിന് നാട്ടിലെ ഈ പുസ്തകത്തിന് നേരിടേണ്ടി വന്ന വിമർശനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഡിസ്പയറിങ്, അതായത് നിരാശ എന്നുള്ളൊരു ഫീലിംഗ് ആണ് ആ നോവലിൽ പങ്കുവയ്ക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരുണ്ടായിട്ടുള്ള വിമർശനം. അദ്ദേഹം പറയുന്നത്, he clarifies that although the story ends in despair, he tried to echo the Indian talent of self-regeneration. ഈ നോവലിൻ്റെ അവസാനം ഒരു ശുഭമായിട്ടല്ല അവസാനിക്കുന്നത്, ഒരു ഡിസ്പെയറിലാണെങ്കിലും അദ്ദേഹം ശ്രമിച്ചത് ഇന്ത്യക്കാരുടെ സെൽഫ് റീജനറേഷൻ, ഓരോ പരാജയങ്ങൾക്ക് ശേഷവും വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു കഴിവിനെയാണ് അദ്ദേഹം അവിടെ എക്കോ ചെയ്യാൻ ശ്രമിച്ചതെന്ന് പറയുന്നു. ഹി റിഫ്ലക്ട്സ് ഓൺ ദി ഇന്ത്യൻ റൈറ്റേഴ്സ് യുണീക്ക് പൊസിഷൻ. കൂടാതെ ഇന്ത്യൻ റൈറ്ററുടെ, പ്രത്യേകിച്ച് വിദേശത്തുള്ള ഇന്ത്യൻ റൈറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അവരുടെ ഒരു പൊസിഷനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അടുത്ത് പറയുന്നത്. അക്നോളജിങ് എ സെൻസ് ഓഫ് ലോസ് ആൻഡ് എ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് വിത്ത് ഹെറിറ്റേജ്. എ സെൻസ് ഓഫ് ലോസ്, സ്വന്തം നാട് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഹെറിറ്റേജ്, പാരമ്പര്യവുമായിട്ടുള്ളത് അവർക്കൊരു കോംപ്ലക്സ് റിലേഷനാണ്. ഒരു വശത്ത് അവർ പുതിയതായിട്ട് വന്നുവിട്ടിരിക്കുന്ന നാട്ടിൽ അവിടുത്തെ സംസ്കാരങ്ങളുണ്ട്, മറുവശത്ത് അവരെവിടെ നിന്നാണോ വന്നത് അവിടെയുള്ള സംസ്കാരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്ലിക്റ്റൊക്കെ ഈ വിദേശത്തുള്ള എഴുത്തുകാർ അനുഭവിക്കേണ്ടി വരുന്നുവെന്ന് റുഷ്ഡി പറയുന്നു. Rushdie asserts that literature in its risk-taking and exploration transcends cultural and geographical boundaries. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് സാഹിത്യം എന്ന് പറയുന്നത് സാംസ്കാരികവും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരവുമായിട്ടുള്ള അതിർത്തികൾക്കെല്ലാം അപ്പുറത്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. Rushdie explores the diverse landscape of Indian writers in England. ഇനി ഇംഗ്ലണ്ടിലുള്ള ഇന്ത്യൻ റൈറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് അടുത്ത അദ്ദേഹം പറയുന്നത്. എംഫസൈസിങ് ദ സ്കാറ്റേർഡ് നേച്ചർ ഓഫ് ദ ടേം ഇന്ത്യൻ. ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ എന്ന് പറയുന്നത് ഒരു സ്കാറ്റേർഡ് ടേമാണ്. അതായത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അന്യ സംസ്ഥാനത്തു നിന്ന് ഒരു തൊഴിലാളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാൾ ബംഗാളി എന്നാണ് പറയുന്നത്. അയാൾ ഒറീസയിൽ നിന്നോ ബീഹാറിൽ നിന്നോ വന്ന ആളാണെങ്കിൽ നമ്മൾ അയാൾ ബംഗാളി എന്നാണ് പറയുന്നത്. അതുപോലെയാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ എവിടെ നിന്ന് വരുന്ന ആളാണെങ്കിലും ഇംഗ്ലണ്ടിൽ അവരെ ഇന്ത്യൻ എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. ആ രീതിയിൽ ഇന്ത്യൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ഒരു സ്കാറ്റേർഡ് ടേം എന്നാണ് അദ്ദേഹം പറയുന്നത്. He notes that future Indo-British fiction will emerge from England as much as India. അടുത്ത അദ്ദേഹം പറയുന്നത് ഭാവിയിൽ ഇന്തോ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനകത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ബ്രിട്ടനിൽ നിന്നും അത് വരും. ഇന്ത്യയിലെ കഥകൾ മാത്രമല്ല ബ്രിട്ടനിലെ കഥകൾ കൂടി അങ്ങനെ എഴുതപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ റിഫ്ലക്റ്റിംഗ് ഓൺ ദ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് Indian writers have with English, he uses the challenge with the language as similar to the challenge with culture. ഇനി അദ്ദേഹം പറയുന്നത് ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷുമായിട്ടുള്ള ഒരു കോംപ്ലക്സ് റിലേഷൻ ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ രണ്ടാമത്തെ ഭാഷയാണ്. അപ്പോൾ ആ ഭാഷ പഠിക്കുന്നതിനുള്ള പ്രയാസങ്ങളുണ്ട്. അത് ഉപയോഗിക്കുന്നതിന് നമുക്ക് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന പോലെ നമ്മൾ എത്ര പഠിച്ചാലും ആ ഭാഷ ഉപയോഗിക്കാൻ പറ്റിക്കോളന്നില്ല. കാരണം നമ്മുടെ മാതൃഭാഷയല്ല അത്. അപ്പോൾ ഇന്ത്യൻ റൈറ്റേഴ്സിന് ഇംഗ്ലീഷുമായിട്ടുള്ള ചലഞ്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ആ ഭാഷ ഉപയോഗിക്കണം എന്ന് തന്നെയാണ്. നമ്മൾ നമ്മുടെ സ്വന്തം ഭാഷയിൽ എഴുതിയ പോരാ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ആ ഭാഷ നൽകുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. കൂടാതെ ആ ചലഞ്ചിനെ അദ്ദേഹം കാണുന്നത്
ഈ രണ്ട് കൾച്ചറുകൾ തമ്മിലുള്ളൊരു ചലഞ്ച് പോലെ തന്നെയാണ്. സ്വന്തം നാട്ടിലെ സംസ്കാരവും അവിടെ പോയപ്പോൾ അവിടുത്തെ സംസ്കാരവും പോലെ തന്നെയാണ് സ്വന്തം ഭാഷയും ആ ഭാഷയും തമ്മിലുള്ളൊരു ചലഞ്ചും എന്നാണ് അദ്ദേഹം പറയുന്നത്. ദി essay discusses the interaction between Indian writers and the majority white culture. ഇനി ഇന്ത്യൻ എഴുത്തുകാരും വെള്ളക്കാരുടെ ഒരു സംസ്കാരവും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. Rushdie shares his childhood dream England, shaped by cultural influences and cricket matches. ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളി ഇംഗ്ലണ്ടിൽ നടക്കുന്നത് കണ്ടിട്ടും അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ ഒരു കൾച്ചറിനെ കുറിച്ച് കേട്ടതുമായിട്ടുള്ള ഒരു സ്വപ്നമായിട്ടാണ് അദ്ദേഹം ഇംഗ്ലണ്ടിനെ കൊണ്ടുവന്നിരുന്നത്. ബട്ട് ഇൻ റിയാലിറ്റി ദർ ആർ ഇഷ്യൂസ് ലൈക്ക് റേസിസം. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ പോകുമ്പോഴാണ് അവിടെ റേസിസം പോലുള്ള വംശീയത പോലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന് അത് കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അദ്ദേഹം ഒരു ഹൈ ക്ലാസ്സിൽ പെട്ടിട്ടുള്ള സമ്പന്നനായിട്ടുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് അത് അത്ര കണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാരുടെ അവസ്ഥ ഇംഗ്ലണ്ടിൽ അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ദി ഓതർ എക്സ്പ്ലോസ് ദി ഐഡിയ ഓഫ് റൈറ്റിംഗ് ഫോർ എ പർട്ടിക്കുലർ ഓഡിയൻസ്. ഇനി ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഓഡിയൻസിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി എഴുതുകയാണോ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്ന വിഷയം. സ്റ്റേറ്റിംഗ് ഹീ റൈറ്റ്സ് ഫോർ ഐഡിയാസ്, പീപ്പിൾ ആൻഡ് ഇവൻറ്റ്സ്. അദ്ദേഹം എഴുതുന്നത് ആശയങ്ങൾക്കും ആളുകൾക്കും അതുപോലെ തന്നെ സംഭവങ്ങൾക്കും വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആശയമുണ്ട് അല്ലെങ്കിൽ ഒരു സംഭവം അദ്ദേഹത്തിന് എഴുതുന്നുണ്ട്, അതാണ് അദ്ദേഹം എഴുതുന്നത്. അതല്ലാതെ ഓഡിയൻസിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഫോർ റീഡേഴ്സ് ഹു ക്യാൻ റിലേറ്റ് ടു ദം. ഇനി അദ്ദേഹം ഓഡിയൻസിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം എഴുതുന്ന കാര്യങ്ങൾ ആർക്കാണോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവരാണ് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. The essay concludes with an image from Saul Bellow's novel, The Dean's December, where a dog's barking symbolizes a protest against the limits of its experience. ഇനി അദ്ദേഹം എസ്സേ അവസാനിപ്പിക്കുന്നത് ഒരു നോവലിലുള്ള ഒരു ചിത്രം വെച്ചുകൊണ്ടാണ്. ഒരു നായ കുരയ്ക്കുകയാണ്. ആ നായ കുരയ്ക്കുന്നത് അതിൻ്റെ പ്രതിഷേധമാണെന്നാണ് പറയുന്നത്. ആ നായയുടെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് കുറവാണ്. അതായത് മറ്റു ജീവികൾ അനുഭവിക്കുന്ന പോലെ അതിന് കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. റുഷ്ഡി കണക്ട്സ് ദിസ് ടു ദ യൂണിവേഴ്സൽ ഹ്യൂമൻ ഡിസയർ ടു ഓപ്പൺ ദ യൂണിവേഴ്സ് എ ലിറ്റിൽ മോർ. അദ്ദേഹം അത് മനുഷ്യരുടെ ഒരു ആഗ്രഹവുമായിട്ട് ചേർത്ത് വയ്ക്കുകയാണ്. ഈ ലോകം കുറച്ചുകൂടി ഒന്ന് വിശാലമാക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എംഫസൈസിങ് ലിറ്ററേച്ചേഴ്സ് റോൾ ഇൻ എക്സ്പാൻഡിങ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ബ്രേക്കിംഗ് ഡൗൺ ബാരിയേഴ്സ്. സാഹിത്യത്തിൻ്റെ പങ്കാണ് അദ്ദേഹം പറയുന്നത്. ഈ അതിർത്തികളും മറ്റും ഇല്ലാതാക്കിക്കൊണ്ട് കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. നമുക്കിതിൽ കാണാൻ കഴിയുന്നത് അദ്ദേഹം ഡയസ്പോറ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് പോസ്റ്റ് കൊളോണിയൽ തിയറിയിൽ വരുന്ന വിദേശത്തേക്കൊക്കെ പോയി പലായനം ചെയ്യപ്പെടേണ്ടി വരുന്ന എഴുത്തുകാർ സ്വന്തം നാടിനെ കുറിച്ച് എഴുതുന്ന ഒരു കൺസെപ്റ്റാണത്. അതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. റുഷ്ഡി പറഞ്ഞു വയ്ക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു കൾച്ചറിൽ മാത്രം ഒതുങ്ങരുത്. നമ്മൾ വേറൊരു നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കൾച്ചർ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ നാട്ടിലെ കൾച്ചർ നമ്മൾ ഉപേക്ഷിക്കണം എന്നില്ല. വേറെ നാട്ടിലാണ് ജീവിക്കുന്നത് കരുതിയിട്ട് ഉപേക്ഷിക്കണം എന്നില്ല. അങ്ങനെ എല്ലാ കൾച്ചറും നമുക്ക് ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, എല്ലാ പൈതൃകവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു മനുഷ്യ സങ്കല്പമാണ് റുഷ്ഡി പറഞ്ഞു വയ്ക്കുന്നത്. ഒരു നാട്ടിലും ഒരു സംസ്കാരത്തിൽ മാത്രം ഒതുങ്ങാത്ത തരത്തിലുള്ള ഒരു കോസ്മോപൊളിറ്റൻ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പൗരസങ്കല്പമാണ് റുഷ്ഡി ഈ എസ്സേയിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഫ്രേസ് ഇമാജിനറി ഹോംലാൻഡ്സ്? ഇമാജിനറി ഹോംലാൻഡ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം. ഇമാജിനറി ഹോംലാൻഡ്സ് റിഫേഴ്സ് ടു ദ കൺസെപ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് മെൻ്റൽ ഓർ ഫിക്ഷണൽ ഹോംസ്. അത് മനസ്സിനകത്ത് സാങ്കല്പികമായിട്ടൊരു മാതൃദേശത്തെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കുന്നതിനെയാണ് ഇമാജിനറി ഹോംലാൻഡ് എന്ന് പറയുന്നത്. ഓഫ്റ്റൻ ബൈ എമിഗ്രൻസ് ഹു ആർ ഡിസ്റ്റൻസ്ഡ് ഫ്രം ദെയർ ആക്ച്വൽ പ്ലേസ് ഓഫ് ഒറിജിൻ. സാധാരണഗതിക്ക് വിദേശത്തേക്ക് പലായനം ചെയ്തിട്ടുള്ള, എമിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു സങ്കല്പത്തിലേക്ക് വരുന്നത്. ഹൂ ഈസ് ആൻ അൺറിലയബിൾ നരേറ്റർ? ആരാണ് ഇങ്ങനെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത നരേറ്റർ എന്നാണ് ചോദിക്കുന്നത്. An unreliable narrator is a character whose credibility is compromised. ഒരു നോവലിനകത്ത് അല്ലെങ്കിൽ ഒരു കഥയ്ക്കകത്ത് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രമാണ്, നരേറ്ററാണ് അൺറിലയബിൾ നരേറ്റർ എന്ന് പറയുന്നത്. ഓഫ്റ്റൻ ഡ്യൂ ടു ലാക്ക് ഓഫ് ഓണസ്റ്റി ഓർ സെൽഫ് അവെയർനെസ്. ഒന്നുകിൽ അവർക്ക് സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ആ കഥാപാത്രത്തിന്, അല്ലെങ്കിൽ അവർക്ക് സെൽഫ് അവെയർനെസ്, കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ആസ് ഡെലിബറേറ്റ്ലി ക്രാഫ്റ്റഡ് ബൈ ദി ഓതർ. നമ്മുടെ എഴുത്തുകാർ അത്
മനഃപൂർവ്വം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്നതാണ് ആ കഥ പറയുന്ന രീതിക്ക് വേണ്ടിയിട്ട്. വിത്ത് വാട്ട് സിമ്പിൾ ഡസ് റുഷ്ടി ബിഗിൻ ഹിസ് എസ്സേ? ഇനി അദ്ദേഹം എസ്സേ തുടങ്ങുന്നത് ഏത് സിമ്പിൾ വെച്ചുകൊണ്ടാണെന്നാണ് ചോദ്യം. റുഷ്ടി ബിഗിൻസ് ഹിസ് എസ്സേ വിത്ത് എ ഫോട്ടോഗ്രാഫ് ഇൻ ഹിസ് വർക്ക് സ്പേസ് സിംബലൈസിങ് എ വിഷ്വൽ ലിങ്ക് ടു എ പാസ്റ്റ് ഹോം. അദ്ദേഹത്തിൻ്റെ വർക്ക് സ്പേസിൽ ചുമരിലുള്ള ഒരു ഫോട്ടോഗ്രാഫിൻ്റെ സിമ്പിൾ വെച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തുള്ള വീടിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് അത് ഉണ്ടായിരുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഡയസ്പോറ? ഡയസ്പോറ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു പോസ്റ്റ് കൊളോണിയൽ ലിറ്റററി തിയറിയിൽ നമുക്കുള്ളൊരു സങ്കല്പമാണത്. ഡയസ്പോറ റിഫേഴ്സ് ടു ദ ഡിസ്പേർഷൻ ഓർ സ്കാറ്ററിംഗ് ഓഫ് പീപ്പിൾ ഫ്രം ദെയർ ഒറിജിനൽ ഹോംലാൻഡ്. ആളുകൾ അവരുടെ ജന്മദേശത്തിൽ നിന്ന് സ്കാറ്റർ ചെയ്തു പോകുന്ന, ചിതറിപ്പോകുന്ന സാഹചര്യത്തിനെയാണ് ഡയസ്പോറ എന്ന് പറയുന്നത്. ഓഫ്റ്റൻ യൂസ് ടു ഡിസ്ക്രൈബ് കമ്മ്യൂണിറ്റീസ് ലിവിങ് ഔട്ട്സൈഡ് ദെയർ ആൻസെസ്ട്രൽ കൺട്രി. സ്വന്തം നാട്ടിൽ നിന്ന് പുറമെ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ഇമാജിനറി ഹോംലാൻഡ്സ്? ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ സവിശേഷതയാണ് ചോദിക്കുന്നത്. ദ ലാംഗ്വേജ് ഇൻ ഇമാജിനറി ഹോംലാൻഡ്സ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ കോംപ്ലക്സിറ്റി ആൻഡ് റിച്ച്നെസ്. അത് ഒരേ സമയം സങ്കീർണവും അതുപോലെ തന്നെ സമ്പന്നവുമാണ്. റിഫ്ലക്റ്റിംഗ് റുഷ്ഡീസ് ലിറ്റററി സ്റ്റൈൽ ആൻഡ് ദ നുവാൻസ്ഡ് എക്സ്പ്ലോറേഷൻ ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് കൾച്ചറൽ ഇഷ്യൂസ്. ഐഡൻറ്റിറ്റി, ഈ വ്യക്തിത്വം അല്ലെങ്കിൽ സ്വത്വം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള അന്വേഷണവും സാംസ്കാരികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും എഴുതുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ തന്നെയാണ് ഈ ഒരു എസ്സേയിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഹു ആർ ദ മേജർ ഡയസ്പോറിക് റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ്? ഡയസ്പോറിക് റൈറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ പോയിട്ട് സ്വന്തം നാടിനെ കുറിച്ച് എഴുതുന്ന ആളുകളാണ്. ആ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മേജർ ഡയസ്പോറിക് റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ഇൻക്ലൂഡ് സൽമാൻ റുഷ്ടി, VS നൈപോൾ, ജുംബ ലാഹിരി ആൻഡ് ചിമമാൻഡ ഇങ്കോസി അദീച്ചി. ഇവരൊക്കെയാണ് പ്രധാനമായിട്ട് ഉള്ള ഇംഗ്ലീഷിലെ ഡയസ്പോറിക് റൈറ്റേഴ്സ്. വാട്ട് ഈസ് ചട്നിഫിക്കേഷൻ? ചട്നിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് എന്താണ് ചോദിക്കുന്നത്. ചട്നിഫിക്കേഷൻ ഈസ് എ ടേം കോയിൻഡ് ബൈ റുഷ്ഡി റെഫറിങ് ടു ദ പ്രോസസ് ഓഫ് മിക്സിംഗ് കൾച്ചറൽ എലിമെൻറ്റ്സ്. സൽമാൻ റുഷ്ഡി ഉണ്ടാക്കിയിട്ടുള്ളൊരു വാക്കാണ് ചട്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് പല സംസ്കാരങ്ങളിലെ കാര്യങ്ങൾ മിക്സ് ചെയ്യുന്നതിനെയാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മച്ച് ലൈക്ക് ദ വേരിയഡ് ഇൻഗ്രീഡിയൻസ് ഇൻ ചട്നി ടു ക്രിയേറ്റ് എ യുണീക്ക് ആൻഡ് ഫ്ലേവേർഡ് ബ്ലെൻഡ്. ഒരു ചട്നിയിൽ പല ഫ്ലേവറുകൾ ഇടുന്നത് പോലെ പല സംസ്കാരങ്ങളിലെ കാര്യങ്ങൾ ഒരുമിച്ച് വയ്ക്കുന്നതിനെയാണ് അദ്ദേഹം ചട്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോസ്മോപൊളിറ്റനിസം ഈസ് വൺ ഓഫ് ദ മേജർ തീംസ് ഓഫ് ദി എസ്സേ ഇമാജിനറി ഹോംലാൻഡ്സ്. വാട്ട് ഈസ് കോസ്മോപൊളിറ്റനിസം? ഇനി എസ്സേയിൽ പ്രധാനപ്പെട്ട തീമുകളിലൊന്നാണ് കോസ്മോപൊളിറ്റനിസം എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണ് ചോദിക്കുന്നത്. കോസ്മോപൊളിറ്റനിസം, എ മേജർ തീം ഇൻ ദി എസ്സേ, refers to an inclusive worldview that embraces diversity and a sense of belonging to the global community rather than being limited to a particular nationality or culture. ഇത് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയോട് ബിലോങ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ലോകത്താകമാനമുള്ള കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാനും അതിൻ്റെ വൈവിധ്യങ്ങളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു പ്രേരണയാണ് ഈ കോസ്മോപൊളിറ്റിസം എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു രാജ്യത്തിൻ്റെയും ഒരു സംസ്കാരത്തിൻ്റെയും കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പല സംസ്കാരങ്ങളുടെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് കോസ്മോപൊളിറ്റിസം എന്ന് പറയുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് നമ്മളതിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്നുള്ള രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള പാരഗ്രാഫ് എസ്സേ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ PDF നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. എൻ്റെ കോൺടാക്ട് ചെയ്യാൻ താഴെ കമൻസിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ എസ്സേ ഫുൾ പാരഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ PDF അയച്ചു തരാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ ചോദ്യം, ഹൗ ഡസ് റുഷ്ഡീസ് എക്സ്യൂബൻ്റ് സ്റ്റൈൽ ഇൻ ഹിസ് ഫിക്ഷണൽ വർക്ക് കമ്പയർ വിത്ത് സ്റ്റൈൽ ഇൻ ഇമാജിനറി ഹോംലാൻഡ്സ്? അദ്ദേഹത്തിൻ്റെ ഇമാജിനറി ഹോംലാൻഡ്സ് എന്ന് പറയുന്നത് ഒരു എസ്സേ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവലിലുള്ള റൈറ്റിംഗ് സ്റ്റൈലും ഈ എസ്സേയിലുള്ള സ്റ്റൈലും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിക്ഷണൽ വർക്കിൽ ഫീച്ചേഴ്സ് വൈബ്രൻറ്റ് പ്ലേഫുൾ ലാംഗ്വേജ്, ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള പ്ലേഫുൾ ആയിട്ടുള്ള ലാംഗ്വേജാണ് അതിൻ്റെ ഫിക്ഷനിൽ വരുന്നത്. എംബ്രേസസ് കൾച്ചറൽ ആൻഡ് മിത്തോളജിക്കൽ റെഫറൻസസ്, സാംസ്കാരികവും അതുപോലെ തന്നെ മിത്തോളജിയുമായി ബന്ധപ്പെട്ടുള്ള പുരാണങ്ങളിലെ കാര്യങ്ങൾ, ഇതിഹാസങ്ങളിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം റെഫറൻസിൽ വെക്കാറുണ്ട്. ഇമാജിനറി ഹോംലാൻഡ്സിൽ അഡോപ്റ്റ്സ് റിഫ്ലക്റ്റീവ് സ്ട്രെയിറ്റ് ഫോർവേഡ് സ്റ്റൈല്. റിഫ്ലക്റ്റീവ്, സ്വന്തം ഓർമ്മകളെയും ചിന്തകളെയും എടുത്തു പറയുന്ന തരത്തിലുള്ള ഒരു സ്റ്റൈലാണ് ഇതിനകത്ത് വരുന്നത്. ബാലൻസസ് പേഴ്സണൽ അനക്ഡോട്ട്സ് വിത്ത് അനലിറ്റിക്കൽ ഇൻസൈറ്റ്സ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അനക്ഡോട്ട്, വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ
ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം അനലിറ്റിക്കലായിട്ട് പറയുന്നുണ്ട്. അത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്തുകൊണ്ടുള്ളൊരു സ്റ്റൈലാണ് ഇമാജിനറി ഹോംലാൻഡ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വാട്ട് പോസ്റ്റ് കൊളോണിയൽ തീംസ് ആർ ഡെപ്പിക്റ്റഡ് ഇൻ ഇമാജിനറി ഹോംലാൻഡ്സ്? ഇനി ഇതിനകത്ത് വരുന്ന പോസ്റ്റ് കൊളോണിയൽ തീംസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എക്സ്പ്ലോർസ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഐഡൻറ്റിറ്റി ആഫ്റ്റർ കൊളോണൈസേഷന് ശേഷമുള്ള അവരുടെ ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവർ ഏത് നാട്ടിൽ നിന്നാണ് വന്നത്, അതാണോ ഒരു ഐഡൻറ്റിറ്റി, അത് അവർ ഇപ്പോൾ താമസിക്കുന്ന നാടാണോ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള കാര്യങ്ങൾ. അഡ്രസ്സസ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ എമിഗ്രൻ്റ് റൈറ്റേഴ്സ് ഇൻ ഡിഫൈനിങ് ദെംസെൽസ് വിത്തിൻ എ പോസ്റ്റ് കൊളോണിയൽ ഫ്രെയിംവർക്ക്. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് കൊളോണിയൽ ഫ്രെയിംവർക്കിലുള്ള അവരുടെ ചലഞ്ചസ്, അതായത് ഇംഗ്ലീഷിലാണോ അവർ എഴുതേണ്ടത്, അതോ അവരുടെ സ്വന്തം നാട്ടിലെ ഭാഷയിലാണോ, ഇനി സ്വന്തം നാടിനെ കുറിച്ചിട്ടാണോ, അതോ ഇപ്പോൾ താമസിക്കുന്ന നാടിനെ കുറിച്ചിട്ടാണോ, ഇനി ആ കൾച്ചറുകൾ തമ്മിലുള്ള ഒരു കൺഫ്ലിക്റ്റ്, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇൻ വാട്ട് വേസ് ഡസ് മിഡ് നൈറ്റ് ചിൽഡ്രൻ എംബഡി പോസ്റ്റ് മോഡേൺ ക്യാരക്ടറിസ്റ്റിക്സ്? ഇനി മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന നോവലിൽ വരുന്ന പോസ്റ്റ് മോഡേൺ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നോൺ ലീനിയർ നരേറ്റീവ് സ്ട്രക്ചർ ചലഞ്ചസ് ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ്. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ ഒരു നേർരേഖയിലല്ലാത്തത് എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ നരേറ്ററെ കുറിച്ച് പറഞ്ഞു. അൺറിലയബിൾ ആയിട്ടുള്ളൊരു നരേറ്ററാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിൽ വരുന്നത്. മാജിക്കൽ റിയലിസം ഇൻ്റർവൈൻസ് ഫാൻറ്റാസ്റ്റിക്കൽ എലിമെൻറ്റ്സ് വിത്ത് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. മാജിക്കൽ റിയലിസം വരുന്നുണ്ട്. ഈ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളും മാജിക്കൽ റിയലിസവും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നരേഷനാണ് വരുന്നത്. എ ഫ്രാഗ്മെൻറ്റഡ് നരേറ്റീവ് മിറേഴ്സ് ദ കോംപ്ലക്സിറ്റി ഓഫ് പോസ്റ്റ് കൊളോണിയൽ ഐഡൻറ്റിറ്റി. അതുപോലെ തന്നെ ഫ്രാഗ്മെൻറ്റഡ് നരേറ്റീവ് ആണ്, അതായത് ചിതറിക്കിടക്കുന്നതാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു റിലയബിൾ ആയിട്ടുള്ള നരേറ്റർ അല്ല. ആ രീതിയിൽ ഒരു പോസ്റ്റ് കൊളോണിയൽ ഐഡൻറ്റിറ്റിയുടെ ഇത്തരത്തിലുള്ള ഒരു ഫ്രാഗ്മെൻറ്റേഷനെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു റുഷ്ഡി, ഹൗ ഈസ് മെമ്മറി റിലേറ്റഡ് ടു ലിറ്ററേച്ചർ? ഇനി റുഷ്ഡിയുടെ അഭിപ്രായത്തിൽ ഓർമ്മയും സാഹിത്യവും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. മെമ്മറി ലൈക്ക് ലിറ്ററേച്ചർ ഈ സബ്ജക്റ്റീവ് ആൻഡ് ഫ്രാഗ്മെൻറ്റഡ്. ഓർമ്മ സാഹിത്യം പോലെ തന്നെ സബ്ജക്റ്റീവാണ്, ഓരോരുത്തരുടേതും വ്യത്യസ്തമാണ്. അത് ഫ്രാഗ്മെൻറ്റഡ് ആണ്. അത് എപ്പോഴും പൂർണ്ണമായിരിക്കണം എന്നില്ല. ചിലപ്പോൾ പല ഭാഗങ്ങൾ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കുള്ളൂ. ലിറ്ററേച്ചർ സെർവ്സ് ആസ് എ മീഡിയം ടു പ്രിസർവ്, ചലഞ്ച് ആൻഡ് റീഷേപ്പ് മെമ്മറീസ്. സാഹിത്യം എന്ന് പറയുന്നത് ഓർമ്മകളെ സംരക്ഷിക്കാനും ഓർമ്മകളെ വെല്ലുവിളിക്കാനും ഓർമ്മകളെ റീഷേപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയാണ്. ഓഫറിങ് ആൻ അൾട്ടർനേറ്റീവ് ടു ഒഫീഷ്യൽ ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സ്. ഈ ഭരണാധികാരികളുടെ ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള വ്യാഖ്യാനത്തിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് സാഹിത്യത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഈ രീതിയിലാണ് ഓർമ്മയും സാഹിത്യവും തമ്മിലുള്ള ബന്ധം എന്നാണ് റുഷ്ഡി പറയുന്നത്. വാട്ട് ഡസ് ദ കൺസെപ്റ്റ് ഓഫ് ട്രാൻസ്ലേറ്റഡ് മാൻ സിഗ്നിഫൈ ഇൻ റുഷ്ഡീസ് എസ്സേ? ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട മനുഷ്യൻ എന്നുള്ള സങ്കല്പം ഈ എസ്സേയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിക്കുന്നത്. ട്രാൻസ്ലേറ്റഡ് മാൻ റെപ്രസെൻറ്റ്സ് ഇൻഡിവിജ്വൽസ് ട്രാൻസെൻഡിങ് ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ബോർഡേഴ്സ്. ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള അതിർത്തികൾ കടന്ന് വേറെ ഒരു നാട്ടിൽ വേറെ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളെയാണ് ട്രാൻസ്ലേറ്റഡ് മാൻ എന്ന് പറയുന്നത്. ചലഞ്ചസ് എ നോഷൻ ദാറ്റ് ഓൺലി ലോസസ് ഒക്യൂർ ഇൻ ട്രാൻസ്ലേഷൻ, സജസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഗെയിൻസ് ആൻഡ് ഫ്യൂഷൻ ഓഫ് ഡൈവേഴ്സ് ഇൻഫ്ലുവൻസസ്. ഇനി ട്രാൻസ്ലേഷനെ കുറിച്ചിട്ട് പൊതുവെ സാഹിത്യത്തിൽ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടും എന്നുള്ളതാണ്. പക്ഷേ റുഷ്ഡി പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നഷ്ടങ്ങൾ മാത്രമല്ല നേട്ടങ്ങളുണ്ട്. പല സംസ്കാരങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നതിൻ്റെ ഒരു നേട്ടം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കീ തീമാറ്റിക് കൺസേൺസ് ഇൻ ഇമാജിനറി ഹോംലാൻഡ്സ്? ഇതിൽ വരുന്ന പ്രധാനമായിട്ടുള്ള തീമുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, ഐഡൻറ്റിറ്റി ആൻഡ് ബിലോങ്ങിങ്. ഒരു ഐഡൻറ്റിറ്റിയുടെ തീം വരുന്നുണ്ട്. എക്സ്പ്ലോർസ് ഐഡൻറ്റിറ്റി കോംപ്ലക്സിറ്റീസ് ഫോർ ഇമിഗ്രൻ്റ് റൈറ്റേഴ്സ്. വിദേശത്ത് ജീവിക്കുന്ന ആളുകളായിട്ടുള്ള എഴുത്തുകാരുടെ ഒരു ഐഡൻറ്റിറ്റി, അവർ സ്വന്തം നാട്ടിലെയാണോ ഇപ്പോൾ താമസിക്കുന്ന നാട്ടിലെയാണോ ഐഡൻറ്റിറ്റി എന്നുള്ളൊരു കൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. മെമ്മറി ആൻഡ് നരേറ്റീവ് അഡ്രസ്സസ് ഫാലിബിൾ മെമ്മറി ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ഇമ്പാക്റ്റ്. ഓർമ്മകൾ എന്ന് പറയുന്നത് ചിതറിക്കിടക്കുന്നതാണ് അല്ലെങ്കിൽ പൂർണ്ണമല്ല എന്നുള്ളൊരു സങ്കല്പം വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഓർമ്മയിൽ നിന്ന് എഴുതുമ്പോൾ ഉള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ലിറ്ററേച്ചർ ആസ് എ പൊളിറ്റിക്കൽ ആക്ട്. സാഹിത്യം ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ. കണ്ടംപ്ലേറ്റ്സ് പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് ഇൻ റൈറ്റിംഗ്. നമ്മൾ പറഞ്ഞു വിവർത്തനം അല്ലെങ്കിൽ വിവരണം എന്ന് പറയുന്നത് തന്നെ ഒരു സാഹിത്യത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് പറയുന്നുണ്ട്. കാരണം ഭരണാധികാരികൾ ചരിത്രത്തെ മാറ്റി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഓർമ്മയിൽ നിന്നുള്ള ചരിത്രത്തെ എഴുതുന്നത് രാഷ്ട്രീയമാണെന്ന് റുഷ്ഡി പറയുന്നുണ്ട്.
മൾട്ടി കൾച്ചറലിസം ആൻഡ് ലാംഗ്വേജ്, അതുപോലെ തന്നെ പല സംസ്കാരങ്ങളും പല ഭാഷകളും വരുന്ന കാര്യം. എക്സാമിൻസ് ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ ഐഡൻറ്റിറ്റി, ഇംഗ്ലീഷിൽ എഴുതണോ അതോ സ്വന്തം ഭാഷയിൽ എഴുതണോ എന്നുള്ള കാര്യവും ഇംഗ്ലീഷുകാരെ പോലെ ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങളും അത്തരം ഈ എമിഗ്രൻ്റ് റൈറ്റേഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. പോസ്റ്റ് കൊളോണിയൽ ഐഡൻറ്റിറ്റി എക്സ്പ്ലോർസ് യുണീക്ക് പൊസിഷൻസ് ഓഫ് ഇന്ത്യൻ റൈറ്റേഴ്സ്. ഇനി ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയിലെ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഈ എസ്സേയിൽ പറയുന്നുണ്ട്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് സൽമാൻ റുഷ്ദി എയിം ടു റീക്ലെയിം ഹിസ് ഹോംലാൻഡ് ഇൻ ദി എസ്സേ. ഇനി എസ്സേയിൽ അദ്ദേഹത്തിൻ്റെ ഹോംലാൻഡ് തിരിച്ചു പിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ലിറ്റററി എക്സ്പ്രഷൻസ് ആസ് റീക്ലമേഷൻ യൂസസ് ലിറ്ററേച്ചർ എസ്പെഷ്യലി മിഡ് നൈറ്റ് ചിൽഡ്രൻ ടു റീക്ലെയിം. സാഹിത്യത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഹോംലാൻഡ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രേരണയിൽ നിന്ന് എഴുതിയിട്ടുള്ള നമ്മൾ പറഞ്ഞിരുന്നു. ചലഞ്ച് ടു ഒഫീഷ്യൽ നരേറ്റീവ്സ് റിബൽസ് അഗെയിൻസ്റ്റ് ഫോർഗെറ്റിംഗ്, മറവിക്കെതിരെയുള്ള ഒരു പ്രതിരോധമാണ്. ചലഞ്ചിങ് ഒഫീഷ്യൽ ട്രൂത്ത്സ്, ഭരണാധികാരികളുടെ ഔദ്യോഗികമായിട്ടുള്ള സത്യങ്ങൾ, ചരിത്രത്തെ അദ്ദേഹം ചലഞ്ച് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ അദ്ദേഹം എഴുതുന്നു. കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് എക്സ്പ്ലോറേഷൻ, സാംസ്കാരികവും ഭാഷാപരവുമായിട്ടുള്ള കാര്യങ്ങളാണ്. എക്സ്പ്ലോർസ് ചലഞ്ചസ് ഇൻ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ, സാംസ്കാരിക വൈവിധ്യവും അതുപോലെ തന്നെ രണ്ട് സംസ്കാരങ്ങളിൽ ജീവിക്കേണ്ടി വരുന്നതും രണ്ട് ഭാഷകൾ ഉപയോഗിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അവോയ്ഡൻസ് ഓഫ് ഗെറ്റോ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണ്. വാൺസ് അഗെയിൻസ്റ്റ് കൺഫൈനിങ് വിത്ത് കൾച്ചറൽ ബൗണ്ടറീസ്, ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ മാത്രം ഭാഗമായി നിൽക്കാതെ പല സാംസ്കാരിക വൈവിധ്യങ്ങളെ സ്വീകരിക്കേണ്ടതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ എസ്സേയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്